വിശ്വാസികൾക്ക് നാഗങ്ങളും സർപ്പങ്ങളും ഒന്നുതന്നെയാണ്. എന്നാൽ താന്ത്രിക മേഖലയിൽ നാഗങ്ങൾക്കും സർപ്പങ്ങൾക്കും വ്യത്യാസമുണ്ട്. പൊതുവെ നാഗങ്ങൾ വൈഷ്ണവ ദേവതകളാണ്, സർപ്പങ്ങൾ ശൈവ ദേവതകളും. നാഗങ്ങളെ പ്രീതിപ്പെടുത്തി അനുഗ്രഹം നേടുകയാണ് നാഗപൂജയുടെ ലക്ഷ്യം. പുരാണങ്ങളിൽ അഷ്ടനാഗങ്ങളായ അനന്തൻ ബ്രാഹ്മണനാണ്, വാസുകിയും ശംഖപാലനും ക്ഷത്രിയരാണ്, തക്ഷനും മഹാപത്മനും വൈശ്യനാണ്, കാർക്കോടകനും പത്മനും ഗുളികനും ശൂദ്രരാണ്. ഇവരെല്ലാം ആരാധനാമൂർത്തികളാണെങ്കിലും വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ അനന്തനും ശിവക്ഷേത്രങ്ങളിൽ വാസുകിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. ആയില്യം നക്ഷത്ര ദിവസമാണ് സർപ്പപൂജ വിധിച്ചിട്ടുള്ളത്. 27 നക്ഷത്രങ്ങളിൽ 9ാമത്തേതായ ആയില്യം ആശ്ലേഷ എന്ന സംസ്കൃത ശബ്ദത്തിന്റെ തദ്ഭവമാണ്. ഇതിന്റെ ദേവതയാണ് സർപ്പം. മാത്രമല്ല, ആയില്യം സർപ്പത്തിന്റെ ജന്മനാളുമാണ്. എല്ലാ മാസവും ആയില്യം നക്ഷത്രം സർപ്പങ്ങൾക്ക് വിശേഷമാണ്. കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള പഴയ കേരള ദേശത്ത് ക്ഷേത്രത്തിലും ഗൃഹത്തിലും പറമ്പിലുമെല്ലാം കാൽഭാഗം നാഗങ്ങൾക്കും നീക്കിവെച്ചിരുന്നത് പരശുരാമ വിധിപ്രകാരമത്രേ. സർപ്പപ്രീതികരങ്ങളായ കർമ്മങ്ങൾ നടത്തുമ്പോൾ ആയില്യം ദിവസം വിശിഷ്ടമാണെന്ന് കൽപ്പിച്ചതും പരശുരാമനായിരുന്നു.